എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ നമുക്ക് ഒരിക്കലെങ്കിലും ഒന്ന് കേക്ക് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ എഗ്ഗ് ഇല്ലാതെയും അല്ലെങ്കിൽ കേടോ അല്ലെങ്കിൽ തൈരൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ സാധാരണ കപ്പ് കേക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഇത് രണ്ടും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കപ്പ് കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കപ്പ് കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുൻപ് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ഷുഗർ പൗഡർ, അരക്കപ്പ് മൈദ, അതേപോലെ തന്നെ ഒരു അരക്കപ്പ് പാലാണ് കേട്ടോ. ഇത് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വൈറ്റ് വിനാഗറാണിത്. അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് നെയ്യാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത്. അതൊന്ന് ഇതേപോലെ ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അതും നമുക്ക് വേണം. പിന്നെ വേണ്ടത് നമുക്ക് എസൻസ് ആണ് കേട്ടോ. ഒരു കുറച്ച് വാനില എസൻസ് ആണ് വേണ്ടത്. നമുക്കൊരു അര ടീസ്പൂണോളം മതിയാകും. പിന്നെ വേണ്ടത് നമുക്ക് ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് വരുന്നത്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ. അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് കപ്പ് കേക്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഐറ്റം. പിന്നെ ഞാനിപ്പോൾ ഇതിനെ ചെയ്യുന്നത് ഈ ഒരു സിലിക്കോൺ ഈ ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡിലാണ്. നമ്മൾ പേപ്പറിൻ്റെ മോൾഡിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം നമുക്ക് ഇനി ഇതൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് ആദ്യം തന്നെ നമുക്ക് ആ ഒരു മിൽക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അര കപ്പ്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അര ടീസ്പൂൺ ആ ഒരു വൈറ്റ് വിനാഗറാണ്, അത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബട്ടർ മിൽക്കായിട്ട് വരും കേട്ടോ, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒരു 1/4 കപ്പ്. അത് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്, ലൂസാക്കിയിട്ട്. അതും കൂടെ കൂടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി ഇതിനകത്തേക്ക് ആ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ പൗഡറാണ്, അരക്കപ്പാണ് കേട്ടോ, അതും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് എസൻസ് ആണ്, അതും ഒരു അര ടീസ്പൂൺ നമുക്ക് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു അരക്കപ്പ് മൈദ, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, അത് ബേക്കിംഗ് പൗഡർ അര ടീസ്പൂണും ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വിസ്ക് മതി, നമുക്കിതിന് ബീറ്ററോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഐറ്റവും നമുക്കിതിന് ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഇതേപോലെ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു വിസ്ക് വെച്ചിട്ട് പതുക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് ആക്കിയെടുക്കാൻ ഈ ഒരു വിസ്ക് നല്ലതാണ് കേട്ടോ. നമ്മൾ സ്പൂണൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് ഈ ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഒരു 10 മിനിറ്റ് 200 ഡിഗ്രിയിലൊന്ന് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഓവനിലല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ അങ്ങനെ നമ്മൾ ഒരു പാത്രത്തിൻ്റെ ആ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ സിലിക്കോൺ മോൾഡാണ് കേട്ടോ ഇത്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തിട്ട് ഓരോ അളവിൽ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എനിക്കിവിടെ ഈ ഒരു കറക്റ്റ് ഇത്ര 2, 4, 6 എണ്ണത്തിന് കറക്റ്റായിട്ട് ഈ ഒരു ബാറ്റർ എടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇതിന് എനിക്ക് കറക്റ്റായിരുന്നു. അപ്പോൾ ഈ അളവിലെടുക്കുകയാണെങ്കിൽ ഇത്ര എണ്ണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാത്തിനകത്തും ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് മാത്രം ഒന്ന് ബാക്കി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണോളം മതി കേട്ടോ. ടീസ്പൂൺ മതി, ഒരുപാട് വേണ്ട. അത് നമുക്ക് ആ ഒരു ചെറിയതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ആ ഒരു കൊക്കോ പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ വെള്ളവും അല്ലെങ്കിൽ നെയ്യോ അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട, ആ ഒരു ബാറ്ററിനകത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ഇതുപോലെ ഒന്ന് അതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊരു ഹോളിട്ട് കൊടുക്കാവുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് ആ ഒരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് നമുക്ക് ആക്കി കൊടുക്കാം. എന്നാലാണ് നമുക്ക് കറക്റ്റ് പെട്ടെന്ന് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ്. അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിനകത്തേക്ക് ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രം മതി കേട്ടോ, ഒരുപാടൊന്നും ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മോൾഡിനകത്ത് ആക്കി വെച്ചതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനപ്പോൾ ആ ഒരു കപ്പ് കേക്കിൻ്റെ ഏതിൻ്റെ മോൾഡാണോ അതേപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് തന്നെ നമുക്കൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതേപോലെ ഒന്ന് ഡിസൈനും കൂടെ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അത് ചെയ്യാനെന്തെങ്കിലും നിർബന്ധമൊന്നുമില്ല, നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ ആണെങ്കിലും വെച്ച് കൊടുത്താൽ മതി.
ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയതിന് ശേഷം നേരെ നമുക്ക് ഇനി ഇത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത് നല്ല റെഡി ആയിട്ട് വരും. അപ്പോൾ എൻ്റെ ഓവൻ്റെ ലൈറ്റ് പോയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് ലൈറ്റ് ഒന്നും കാണാത്തത്. അപ്പോൾ ഇത് 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ഒരു കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടൊക്കെ മാറിയതിന് ശേഷം നല്ല സോഫ്റ്റ് തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ആ ഒരു കറക്റ്റ് പെർഫെക്റ്റിലും നല്ല ഒരു എന്താ പറയുക, അതിൻ്റെ ഉൾഭാഗമൊക്കെ കറക്റ്റ് വെന്ത് നമുക്കിത് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. ഓരോരുത്തരുടെ ഓവനിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇതൊന്നും ഞാൻ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഡിമോൾഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. കാരണം എഗ്ഗ് പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് ഇത് പറ്റും. അപ്പോൾ ഇനി തൈരൊന്നും പറ്റാത്തവർക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഉൾവശമൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ കാണുന്ന കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.